പൗത്രത്തിലെ പുത്തൻ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രീജയാണെങ്കിൽ വേദയെടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ വേദയാണെങ്കിൽ ശ്രീജയെ ഇറക്കി വിടുകയാണ്. എനിക്കൊരു സ്വസ്ഥത വേണം, ഞാൻ കുറച്ച് നേരം തന്നെ ഇരിക്കട്ടെ, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞ് ശ്രീജയാണെങ്കിൽ മുറിയിൽ നിന്നും വേദ ഇറക്കി വിടുകയാണ്. പക്ഷേ ഭയങ്കര സങ്കടത്തോടെയാണ് ഇറക്കി വിടുന്നത്. പക്ഷേ ശ്രീചേട്ടത്തിയടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ശ്രീചേട്ടത്തിയിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് വേദ ശ്രീജയെ മുറിയിൽ നിന്ന് ഇറക്കി വിടുന്നത്. പക്ഷേ പുറത്തു വരുമ്പോഴത്തേക്ക് ശ്രീജയ്ക്ക് ഭയങ്കര സങ്കടത്തോടെയാണ് ശ്രീജ വരുന്നത്. ഈ സമയത്ത് കുളങ്കലക്കിയായ നന്ദിനി ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം നന്ദിനി പറയുകയാണ്, എന്തിനാ ശ്രീചേട്ടത്തി കരയുന്നത്? ചേട്ടത്തിക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളെ ചെന്ന് സമാധാനിപ്പിക്കാൻ പോകുന്നത്? ഈ കാണിച്ചതൊന്നും നമുക്ക് വേണ്ടിയൊന്നും അല്ല അവൾ ഇത്രയും നാൾ നമ്മൾ ചെയ്തത്. അവൾക്ക് എല്ലാത്തിൻ്റെയും പുറകിൽ അവളുടേതായ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കാർക്കും മനസ്സിലാവത്തില്ലല്ലോ പറഞ്ഞ് വെറുതെ ശ്രീജയെ ചൂട് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് നന്ദിനി. ശ്രീജയാണെങ്കിൽ സങ്കടപ്പെട്ടങ്ങ് പോവുകയാണ്. അപ്പം നന്ദിനി പറയുകയാണ്, ഒത്തില്ല എന്നും പറഞ്ഞ് പുറകെ പോവുകയാണ്. അനി ആരെയും വിഷമിപ്പിക്കണമെന്ന് പറഞ്ഞതല്ല എന്ന് നന്ദിനി പറയാണ്. അപ്പം ശ്രീജ പറയാണ്, അതെനിക്ക് മനസ്സിലായി. നന്ദിനിയാണെങ്കിൽ ആരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ലെന്ന് മനസ്സിലായി എന്ന് ശ്രീജ പറയാണ്. ആ കുട്ടിക്ക് എന്തോ മനസ്സിൽ വിഷമമുണ്ട്, പക്ഷേ അത് ആരോടും പറയുന്നില്ല. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അതിനോട് ചോദിക്കാൻ പോയത്. ഒരാളെ ഇമോഷണൽ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴല്ല അയാളെ അറ്റാക്ക് ചെയ്യാൻ പോകണ്ടേ എന്ന് ശ്രീജ പറയാണ്. അപ്പോഴാണ് കമലമ്മ അമ്പലത്തിൽ പോയിട്ട് കയറി വരുന്നത് കാണുന്നത്. ഉടനെ നന്ദിനി പറയാണ്, അച്ഛൻ പോയത് അന്ന് മുതൽ അമ്മ അമ്പലത്തിലാണ്. പട്ടിണി കിടന്ന് അമ്പലത്തിൽ നടക്കുമ്പോൾ ഇനി എന്നാവോ കുഴഞ്ഞു വീഴുന്നത് എന്നും ഒരു പരിഹാസത്തോടെ നന്ദിനി ഇങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശ്രീജ വന്നിട്ട് പറയാണ്, നന്ദിനി നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അല്ല, ഞാനിനി നടക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞതാ എന്നും പറഞ്ഞ് കയറി പോവുകയാണ്. ശ്രീജയാണെങ്കിൽ അമ്മ വരുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പം വന്ന ഉടനെ കമലമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ? അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വേദയ്ക്കാണെങ്കിൽ എന്തോ ഒരു വിഷമമുണ്ട്, അത് ഉറപ്പാണ്. ഞാനിപ്പോൾ കാര്യം ചോദിക്കാൻ ചെന്നപ്പോഴും അവൾ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ ചെന്നത്. ഒരു ദിവസമായിട്ട് വേദ നല്ല മൂഡിലല്ല, എന്തോ പ്രശ്നമുണ്ട് അമ്മേ എന്ന് പറയാണ്. ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട്, പക്ഷേ അത് സങ്കടത്തോടെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയുന്നുണ്ട് കമലമ്മ എടുത്ത് ശ്രീജ. കമലമ്മ ഇങ്ങനെ ആലോചിച്ച് ആ തൊട്ട് കയറി പോവാണ്. നേരെ ചെല്ലുന്നത് വേദയെടുത്തോട്ടാണ്. വേദയെടുത്ത് കാണുമ്പോൾ കമലമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ? ശ്രീജ പറഞ്ഞല്ലോ നീ 2 ദിവസമായി ഭയങ്കര വിഷമത്തിലാണെന്ന്. എന്താ കാര്യം? അമ്മയെടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മോക്ക് പറഞ്ഞൂടെ എന്ന് കമലമ്മ പറയുമ്പം വേദ പറയാണ്, ഏയ് ഒന്നുമില്ലമ്മേ, അച്ഛൻ്റെ കാര്യം ആലോചിച്ച്. മാത്രമല്ല ഓഫീസിൽ 2 ദിവസമുണ്ട്, നല്ല പണിയാണ്, അതും ആകപ്പാട് ടെൻഷനിലാണ്. അതുകൊണ്ടാണ് അമ്മേ ശ്രീചേട്ടത്തിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല എന്ന് വേദ സങ്കടത്തോടെ പറയുന്നുണ്ട്. മോളെ, അച്ഛൻ്റെ കാര്യം എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് കമലമ്മ വേദയെടുത്ത് ചോദിക്കണം. അപ്പോൾ വേദ ഇങ്ങനെ വിഷമത്തോടെ കുഞ്ഞിക്കുകയാണ്. എന്താ മോളെ, എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നിട്ടില്ലേ അച്ഛനെ ഞാൻ കൊണ്ടുവരുമെന്ന്. ഒരു പോറൽ പോലും കേൾക്കാതെ ഞാൻ അച്ഛനെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കമലമ്മ വേദയെ കെട്ടിപ്പിടിക്കുന്നു. ഈ സമയത്തും വേദയ്ക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ രാത്രിയിലാകുമ്പോഴത്തേക്ക് വിക്രമിൻ്റെ മുറിയിലിരിക്കുകയാണ്. അപ്പം വിക്രമിൻ്റെ മുറിയിലും വേദയാണെങ്കിൽ കമലമ്മയുടെ കൂടെയാണല്ലോ ഇപ്പം. വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്, വേദയ്ക്ക് എന്ത് പറ്റി? വേദയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ വേദ തന്നോട് അകൽച്ച കാണിക്കുന്നത് വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വേദയാണെങ്കിൽ വിക്രമുമായിട്ട് ഇനി പിരിയാൻ പോകുന്ന കാര്യം ആലോചിച്ച് വിഷമത്തിലാണ്. ശ്രീയേട്ടൻ ഇത്ര വലിയ ചതി കാണിക്കുന്നു, തന്നെ ഇത്ര വലിയ ട്രാപ്പിൽ പെടുത്തുന്നൊന്നും വേദ വിചാരിച്ചതേയില്ല. ഇതൊക്കെയാണെങ്കിൽ വിക്രത്തെ പിരിയാനും പറ്റത്തില്ല. ആ ഒരു സങ്കടത്തോടെ വിഷമത്തോടെ ഇങ്ങനെ ഇരുന്ന് കരയാണ് വേദ. ഇത്രയും നാൾ രണ്ടുപേരും തമ്മിൽ അടിയാണെങ്കിലും രണ്ടുപേർക്കും പിരിയാൻ പറ്റത്തില്ല. ആ ഒരു സങ്കടം രണ്ടുപേരിലും ഉണ്ട്. പിറ്റേന്നായപ്പോഴത്തേക്ക് ശ്രീജയാണെങ്കിൽ എന്തോ ആവശ്യത്തിനായി പുറത്തോട്ടിറങ്ങുമ്പോൾ മുറ്റത്താണെങ്കിൽ അച്ഛൻ കിടക്കുന്ന കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ശ്രീജ ഞെട്ടുകയാണ്. ശ്രീജയാണെങ്കിൽ അച്ഛാ അച്ഛാ എന്നും വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഓടി വന്നിട്ട് വിശ്വേട്ടനെ വിളിക്കുന്നുണ്ട്, വിശ്വത്തെ വിളിച്ച് വരുത്തുന്നുണ്ട്. വിശ്വമാണ് എന്താ ശ്രീജയെ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വരുന്നുണ്ട്. വിശ്വം വിക്രത്തിനെയും വിനായകനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പം കമലമ്മയെ ഓടി വരുന്നുണ്ട്. ഓടി വന്ന് എല്ലാവരും കൂടെ നമ്മുടെ മാഷിനെ താങ്ങിയെടുക്കുന്നുണ്ട്. താങ്ങിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഉമ്മർത്ത് ുന്നുണ്ട്. അപ്പോഴത്തേക്ക് കമലമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്.
എന്താ പറ്റി മാഷേ, എൻ്റെ മാഷിന് എന്ത് പറ്റി എന്നും പറഞ്ഞ് ഭയങ്കര കരയാണ്. അപ്പം വിക്രം പറയാണ്, അമ്മേ അച്ഛനൊന്നും പറ്റിയിട്ടില്ല, അച്ഛന് ഒരു കുഴപ്പമില്ല, അമ്മ അമ്മ കരയണ്ട എന്നും പറഞ്ഞ് കമലമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം വിശ്വം പറയാണ്, നമുക്ക് അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണോടാ എന്ന് പറയണം. അപ്പോൾ വിക്രം പറയണം, ഉടനെ കൊണ്ടുപോകാൻ വിശ്വട്ടാ. എല്ലാവരും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അങ്ങനെ മാഷിന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വേദ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. മാഷിനെ കാണുമ്പോൾ വേദയ്ക്കൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. ശ്രീകാന്ത് പറഞ്ഞതുപോലെ മാഷിനെ ഇങ്ങ് വിട്ടല്ലോ, അതിലൊരു ആശ്വാസമുണ്ട് വേദയ്ക്ക്. അതുപോലെ സങ്കടവും. അങ്ങനെ എല്ലാവരും കൂടെ മാഷിനെയാണെങ്കിൽ ഹോസ്പിറ്റലിലാക്കുവാണ്. മാഷിന് എന്ത് പറ്റിയെന്ന് ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലാക്കുവാണ്. ശ്രീകാന്തിൻ്റെ ആളായതുകൊണ്ട് തന്നെ SI അറിഞ്ഞായിരുന്നു മാഷ് വന്ന കാര്യം. അങ്ങനെ മാഷിനെ കാണാൻ നേരെ ഹോസ്പിറ്റലിൽ എത്തുവാണ്. മാഷിന് എന്ത് പറ്റി, മാഷിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാണോ ഉപദ്രവിച്ചാണോ എന്നൊന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തിരക്കാനായിട്ട് SI വന്നതാണ്. പറ്റുമെങ്കിൽ വിക്രത്തെ പിടിച്ച് അകത്തിടണം, ഇതാണ് അയാളുടെ ഉദ്ദേശം. നേരെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും SIയെ കണ്ട് എണീക്കുന്നുണ്ട്. അപ്പം മാഷിന് ചെറിയ ബോധമൊക്കെ ഉണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെവിടെ പോയിരുന്നു? നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ, അതോ വല്ല തീർത്ഥാടനത്തിനും പോയതാണോ എന്നൊക്കെ SI ചോദിക്കുന്നുണ്ട്. അപ്പം മാഷ് പറയാണ്, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം എന്ന് SI പറയാണ്. അപ്പം വിക്രം പറയാണ്, സാറേ അച്ഛനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ, അച്ഛനാണെങ്കിൽ ആ ഒരു ഷോക്കിൽ തന്നെ ഇരിക്കുകയാണ്, പിന്നെ സാറിനെ വന്നാൽ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ SI ഒന്നും മിണ്ടുന്നില്ല. അയാളങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വേദയും വക്കീൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ചതിയനായ ശ്രീകാന്ത് വേദയെ വിളിക്കുന്നുണ്ട്. വേദയെ വിളിച്ചിട്ട് പറയാണ്, നീ പറഞ്ഞതുപോലെ നിൻ്റെ വിക്രത്തിൻ്റെ അച്ഛനെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. നീയാണ് എൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. നീയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ഒരു പാവയെ പോലെ ആടണം എന്ന് ശ്രീകാന്താണെങ്കിൽ വേദയെടുത്ത് പറയാണ്. ഇനിയാണ് എൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ പാലിച്ച്, ഇനി ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം എന്ന് വേദയെടുത്ത് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ വേദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.